ഹായ് ഓൾ, ദിസ് ഫ്രം ക്യാംറ്റി സൊല്യൂഷൻ. ടാലിയിൽ ഫിനാൻഷ്യർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ടാലിയിൽ ഫിനാൻഷ്യർ രണ്ട് മെത്തേഡിൽ ചേഞ്ച് ചെയ്യാം. അതിൽ ഫസ്റ്റ് മെത്തേഡ് കമ്പനിയിൽ കറണ്ട് പീരീഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ഓപ്ഷൻ വന്നത് ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലേത് മെത്തേഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡാറ്റ ഒന്ന് ബാക്കപ്പ് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കും. അതിലിപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനായിട്ട് ആദ്യം നമ്മൾ ടാലി ഓപ്പൺ ചെയ്ത് നമ്മുടെ കമ്പനി ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഗേറ്റ് ഓഫ് ടാലിയുടെ ഹോം സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ മെയിലായിട്ട് കറണ്ട് പീരീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് പീരീഡ് എന്ന് പറഞ്ഞൊരു ബോക്സ് വരും. ആ ബോക്സിൽ നമ്മുടെ പുതിയ ഫിനാൻഷ്യർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ കറണ്ട് പീരീഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഏത് വൗച്ചറിലാണ് നമ്മൾ ബില്ല് എൻ്റർ ചെയ്യണത് ആ വൗച്ചറിന് സീരീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതിന് ഈ ഗേറ്റ് ഓഫ് ടാലിയിൽ ഓൾട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഈ വൗച്ചർ ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സെയിൽസ് വൗച്ചറാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ വൗച്ചർ ടൈപ്പിൻ്റെ ഓൾട്രേഷൻ്റെ സ്ക്രീനിൽ ഇവിടെ സെറ്റ് ബാർ ഓൾട്ടർ അഡീഷണൽ നമ്പറിംഗ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്രിഫിക്സും സഫിക്സും കാണാൻ പറ്റും. ഇതൊന്ന് എൻ്റർ കൊടുത്ത് അടിയിലത്തെ റോ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അടിയിലത്തെ റോയിൽ നമ്മുടെ പുതിയ ഫിനാൻഷ്യൽ ഇയർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴിഞ്ഞ ഇയർ ചെയ്ത പോലെ പുതിയ പീരീഡ് കൊടുത്ത് പുതിയ പ്രിഫിക്സും സഫിക്സും സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ബോക്സ് എൻ്റർ കൊടുക്കുമ്പോൾ വീണ്ടും ഈ ഒരു ഇൻ്റർഫേസ് വരും. ഇതൊന്ന് അക്സെപ്റ്റ് കൊടുത്ത് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വൗച്ചർ സീരീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് വൗച്ചറിൽ ഒരു ബില്ല് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. വൗച്ചർ സെലക്ട് ചെയ്ത് സെയിൽസ് ഇവിടെ നമ്മുടെ ഡേറ്റ് കൊടുക്കാം. ഇപ്പോൾ 1 April 2026 ഒരു ബില്ല് എൻ്റർ ചെയ്തപ്പോൾ ഇവിടെ നമ്മുടെ വൗച്ചർ സീരീസ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ചെയ്യണത്. ഇനി ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം കണ്ട കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. താങ്ക് യു.